കേക്ക് ചെയ്യുമ്പോൾ ഓർമ്മ വരുന്നത് 2022 വേൾഡ് കപ്പാണ് കേട്ടോ. ആ ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കട്ട മെസ്സി ഫാനും റൊണാൾഡോ ഫാനും. പോർച്ചുഗീസ് ഔട്ടായപ്പോൾ പുറത്ത് പോയപ്പോൾ അതിനു വേണ്ടി കരഞ്ഞ ഒരു റൊണാൾഡോ ഫാൻ ഇവിടെ ഉണ്ടായിരുന്നു. മെസ്സിയും അതായത് അർജൻറ്റീനയും ഫ്രാൻസും ഫൈനലിൽ വന്നപ്പോൾ ഇവിടെ ഞങ്ങൾ തൊടുപുഴ മങ്ങാട്ടുകവലയിലെ വലിയ സ്ക്രീനിൽ കളി കാണിക്കാൻ വേണ്ടി പിള്ളേരെ കൂട്ടി പോയപ്പോൾ ഇവിടെ പോകാൻ വേണ്ടി ഇറങ്ങിയ ആൾ തിരിച്ചു കയറി. അത് ഇവിടുത്തെ അർജൻറ്റീന ഫാനായിരുന്നു കേട്ടോ. മെസ്സിയുടെ ടീം തോറ്റുപോയാൽ ഞാൻ എന്ത് ചെയ്യും എന്നാണ് അവൾ എന്നോട് ചോദിച്ചത്. നമ്മുടെ മത്സരമാണ്, ജയവും തോൽവിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ എൻ്റെ ഒരു ഇതിലെടുത്താൽ മതിയെന്നും പറഞ്ഞ് അവൾ കളി കാണാൻ പോയി ജയിച്ചപ്പോൾ ഉണ്ടായ അവരുടെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അപ്പോഴും റൊണാൾഡോ ഫാൻ്റെ മുഖം തെളിഞ്ഞിട്ടില്ല കേട്ടോ. ഇതും ഒരു വീട്ടിലെ ഒരു റൊണാൾഡോ ഫാനിന് വേണ്ടി ചെയ്തു കൊടുത്തൊരു കേക്കാണ്. 1 kg റെഡ് വെൽവെറ്റ് ആയിരുന്നു ഫ്ലേവർ വന്നിട്ടുണ്ടായിരുന്നത്. ഈ സെയിം വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഈ ബർത്ത്ഡേ ഗേളിൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട് ആൾ മെസ്സി ഫാനായിരുന്നു. ആൾക്ക് വേണ്ടിയിട്ട് ഒരു 2 മാസം മുന്നേ വേറൊരു കേക്ക് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പിക്ക് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുത്തേക്കാമേ. അപ്പം അങ്ങനെ ഒരു വീട്ടിൽ റൊണാൾഡോ ഫാനിനും മെസ്സി ഫാനിനും വേണ്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന 2 കേക്കുകളാണ്. ഇത് 1 kg റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു. 1 kgയുടെ ബാറ്റർ 5 ഇഞ്ചിൻ്റെ 2 മോഡലാക്കി ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നതാണ്. 12 കേക്കായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾ നമുക്ക് റെഫറൻസ് ബുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേസർ പ്രിൻ്റാണ് കേട്ടോ പ്രിൻ്റാക്കി വെച്ചിട്ടുള്ളത്. മുകളിൽ ടോപ്പറായിട്ട് ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും ബർത്ത്ഡേ ഗേളുടെ പേരും എഴുതി ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മെസ്സി ഫാനിന് വേണ്ടിയിട്ടും ഇങ്ങനെ തന്നെയാണ് നമ്മൾ കേക്ക് ചെയ്തെടുത്തത്. പ്രിൻറ്റിൻ്റെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കളറും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു. ഈ കാണുന്നതാണ് കേട്ടോ മെസ്സി ഫാനിന് വേണ്ടി നമ്മൾ ചെയ്ത കേക്ക്.